ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊടൈക്കനാലിലെ ഗുണ കേവിൻ്റെ അടുത്തൊന്നല്ല, അതുപോലെ ഒരു ആവശ്യമില്ലാത്തൊരു കുഴിയാണിത്. ഈ കുഴി കുത്തിയിട്ടിരിക്കുന്ന റബ്ബർ തൊടിയുടെ അകത്താണ്. അതിൽ കണ്ടമാനം വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റിൽ നിന്ന് തന്നെ പല പല സൂക്കടുകൾ ആ പരിസരത്തുള്ളവർക്ക് മുഴുവൻ പകരും. ആ വെള്ളത്തിൽ കൊതുമുട്ടിട്ട് തന്നെ പല പല സൂക്കടുകൾ ഉണ്ടാവും. ഇതൊന്നും പഞ്ചായത്തിലുള്ളവർക്ക് കണ്ടു കാണില്ല. റോഡ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക, വീട്ടിൽ പറമ്പിൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച് അപ്പം വരും 25,000 രൂപ ബില്ല്. അപ്പോൾ എന്തായാലും അതിനകത്ത് വീണ പാവത്തിന് 3 ദിവസം ഇത്ര കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മളൊരു മേലെ നിന്ന് തന്നെ കുരുക്കിട്ട് കയറ്റി. ഇതൊക്കെ അല്പം ധൈര്യം കുറച്ച് ബുദ്ധിയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ പലർക്കും ഇത് അറിയില്ല എങ്ങനെയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ കടിച്ചു കൊല്ലും നിങ്ങളെന്ന് പറഞ്ഞു, കടിയനായാണ് പറഞ്ഞു. എന്താ എൻ്റെ വിരലൊക്കെ കടിച്ചെടുത്തിട്ട് ഞാൻ ചത്ത് മലക്കണ സംഭവം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണില്ലേ? നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത് അവർ തിരിച്ചിങ്ങോട്ടും തരും. നമ്മൾ അവർ ഉപദ്രവിക്കുമ്പോൾ അവർ തിരിച്ചു ഉപദ്രവിക്കും. അവരെ കണ്ട് ഓടിക്കഴിഞ്ഞാൽ അവർ പിറകെ ഓടും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്തായാലും ഈ ഡോഗ് പോകുമ്പോൾ അവിടെ മൂത്രം ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അവൻ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അവനെ എറിഞ്ഞു പിടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് കുഴി തന്നെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്തായാലും നമ്മൾ പോണ വഴിക്കന്നായിരുന്നു അവൻ്റെ വീട്. ഇൻഫോമർ അവൻ്റെ വീട് കാണിച്ചു തന്നു. നമ്മുടെ വണ്ടിയുടെ പിറകെ തന്നെ അവൻ ഓടി വന്നു. ആ വീട്ടുകാർക്ക് വളരെ സന്തോഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. ഒരു പാവങ്ങളാണ്. അപ്പോൾ എന്തായാലും അവൻ ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ബൈ.